ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് യാൺ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മളിൽ പലരും യാൺ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് പാളിപ്പോയിട്ടുണ്ടാവും. ഞാൻ ആദ്യം 2 തവണ ഉണ്ടാക്കിയപ്പോഴും പാളിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഫുൾ വീഡിയോ കാണാൻ മറക്കണ്ട. നമ്മൾ മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് യാൺ തന്നെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട കളറുള്ള യാൺ നമുക്ക് യൂസ് ചെയ്യാം. ഇതേപോലെ നമ്മൾ 3 വിരലിൽ യാൺ ഇതേപോലെ ചുറ്റിക്കൊടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ ടൈറ്റായിട്ട് ചുറ്റിക്കൊടുക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇതേപോലെ 100 തവണ ചുറ്റിക്കൊടുക്കണം. ചുറ്റിക്കൊടുക്കുന്ന എന്തിനാ 100 തവണയെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ 100 തവണയാണെങ്കിൽ നമുക്ക് മിനിമം 100 തവണ, അതിൽ കൂടുതലാകാം. എന്നാലും ഈ 100 തവണയാകുന്ന സമയത്ത് നമുക്ക് നമ്മളെ ഹാർട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ചുറ്റിക്കൊടുത്ത യാണിൻ്റെ നടുഭാഗത്ത് ഇതേപോലെ ഒരു ചെറിയ കഷ്ണം യാൺ യൂസ് ചെയ്തിട്ട് ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണം. ഞാനിവിടെ 2 ഭാഗത്തും നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. കാരണം ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പം ടൈറ്റായിട്ട് കെട്ടാത്തത് കൊണ്ട് തന്നെ സംഭവം പാളിപ്പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതേപോലെ നല്ല രീതിയിൽ ടൈറ്റായിട്ട് കെട്ടാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമ്മൾ യാൺ ഫുള്ള് കട്ട് ചെയ്ത് കൊടുക്കുക. അതായത് 2 ഭാഗത്തും ഇതേപോലെയുള്ള ഭാഗം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മാക്സിമം എല്ലാ യാൺസും ഇതേപോലെ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നമ്മളിപ്പം ഫുള്ള് യാൺസും ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നമ്മൾ എങ്ങനെയാണ് ഏത് ഭാഗത്താണ് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ നോക്കുമ്പം ചിലപ്പം കുറച്ചെണ്ണം കട്ട് ചെയ്യാൻ ബാക്കിയുണ്ടാകും. അപ്പോൾ അതും കൂടി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ച ആ ഒരു സൈസിലുള്ള ഹാർട്ടാണ് ഞാൻ ആക്കാൻ പോകുന്നത്. അപ്പോൾ അതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഇതിൽ നമ്മൾ ഫുള്ള് ബാക്കി യാൺസ്, എക്സ്ട്രാ വരുന്ന യാൺസൊക്കെ ഇതേപോലെ കട്ട് ചെയ്ത് കളയാം. നമ്മൾ ഇതുപോലെ ഏകദേശം കട്ട് ചെയ്ത് എക്സ്ട്രാ വരുന്ന യാൺസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളൊരു ചീപ്പ് കോമ്പ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഫുള്ള് ആ യാൺസ് ഒന്ന് ചീകി കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് നേരത്തെ പോലെ തന്നെ നമ്മൾ ആ ഹാർട്ട് ഷേപ്പിൻ്റെ അതേ അളവിൽ എക്സ്ട്രാ വരുന്ന യാൺസ് ഇതേപോലെ കട്ട് ചെയ്ത് കളയാം. ആ ഹാർട്ടിൻ്റെ മുകളിൽ ഭാഗം ഇതേപോലെ കട്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ഹാർട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഇതേ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ നമുക്ക് ഇതേപോലെയുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഹാർട്ട് കിട്ടും. നമുക്കിത് കീ ചെയിനായിട്ട് യൂസ് ചെയ്യാം. ഞാൻ മുമ്പ് ഉണ്ടാക്കിയ ഓറഞ്ച് ഹാർട്ടാണിത്. നമുക്ക് കീ ചെയിനായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഒരു യാൺ കട്ട് ചെയ്തിട്ട് മുകളിലിങ്ങനെ ഒട്ടിച്ചു കൊടുത്ത് നമുക്ക് ബാഗിലോ മറ്റോ കീ ചെയിനായിട്ടൊക്കെ യൂസ് ചെയ്യാം. എത്രയോ മാസത്തിന് ശേഷമാണ് ഞാൻ ഓൺ വോയിസിലൊരു വീഡിയോ ഇടുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഇതൊന്നും മറക്കണ്ട. അതുപോലെ തന്നെ ഇതേ യാൺ യൂസ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു കോസ്റ്ററാണിത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഇത് പേപ്പർ കപ്പ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറയുമോ, നമുക്ക് ഡെസ്കിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഇനി ഇതുപോലെ ഓൺ വോയിസിലുള്ള വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.